Hi all, I'm Shuheda and I'm here to introduce our respected Shefi sir. Shefi sir quantity surveying field 20+ year of experience ആണുള്ളത്. സാറിനോട് നമുക്കിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഹായ് സർ, നമ്മുടെ നാട്ടിലെ പ്രൊഫഷണൽസ് ഉണ്ടല്ലോ വിത്ത് ലോങ് ടേം എക്സ്പീരിയൻസ്, അവർക്ക് പുറത്തേക്ക് മൂവ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളുമാണ് ഇന്ന് നമുക്ക് ഇനി ചോദിക്കാനുള്ളത്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ പുറത്ത് പോകാൻ താല്പര്യമുള്ള ഒരാൾ ഇപ്പം പുറത്ത് മിഡിൽ ഈസ്റ്റിലുള്ള ഒരു ലാൻഡ്സ്കേപ്പ് ആണ്, ഒരു ക്വാണ്ടിറ്റി സർവേയറിന്റെ അറിഞ്ഞിരിക്കേണ്ട ഓവർവ്യൂ മൊത്തത്തിൽ എന്താണ്? ഒരു QS എന്ന് പറയുമ്പോൾ അതിലൊരുപാട് ആസ്പെക്ട്സ് വരുന്നുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ അതിൻ്റെ കോൺട്രാക്ട്സ് ആണ്. കോൺട്രാക്ട്സ് എന്ന് പറയുമ്പോൾ നമ്മൾ മൾട്ടിപ്പിൾ പാർട്ടീസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഡിഫൈൻ ചെയ്യുന്നത് ഈ കോൺട്രാക്റ്റാണ്. അതിനെ നമ്മൾ ജനറലി കണ്ടീഷൻസ് ഓഫ് കോൺട്രാക്റ്റ് എന്നുള്ളതാണ് നമ്മൾ ജനറലി പറയാറുള്ളത്. ഈ കണ്ടീഷൻസ് ഓഫ് കോൺട്രാക്റ്റിൻ്റെ റൂൾ ചെയ്യുന്ന ഒരുപാട് ഗൈഡ് ലൈൻസ് ഉണ്ട്. അതിൽ മേജർ ഒന്നാണ് ഫിഡിക്. ഈ ഫിഡിക് ഗൈഡ് ലൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഹാവ് ടു ബി വെരി ഫെമിലിയർ വിത്ത് ദാറ്റ് വൺ ഫസ്റ്റ് ഓഫ് ഓൾ. എന്തുകൊണ്ടാണ് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഗൾഫിലെ 99% കോൺട്രാക്ട്സും ഇസ് ബേസ്ഡ് ഓൺ ഫിഡിക്. ഫിഡിക്കിൽ തന്നെ റെഡ് ബുക്ക് എന്നുള്ള, അതായത് ലംസം കോൺട്രാക്ട് അല്ലെങ്കിൽ ഫുള്ളി ഡിസൈൻ ആയിട്ടുള്ള സെറ്റ് ഓഫ് ഡോക്യുമെൻറ്റ്സിന് വേണ്ടിയിട്ടുള്ള കോൺട്രാക്റ്റിനെ മെൻഷൻ ചെയ്തതാണ് ഫിഡിക്കിലെ റെഡ് ബുക്ക് എന്ന് പറയുന്നത്. അതിൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലംസം ഉണ്ടായിരിക്കാം, റീംഷൻ, അതെല്ലാം ഈ ഫിഡിക് റെഡ് ബുക്കിൻ്റെ തന്നെ ഡിഫറെൻറ്റ് വേർഷൻസ് ആണ്. അപ്പോൾ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫിഡിക്കിനെ കുറിച്ചുള്ള നോളജാണ്. ഫിഡിക്കിനെ കുറിച്ചുള്ള നോളജ് എന്ന് പറയുമ്പോൾ അതിലെ ഈച്ച് ആൻഡ് എവറിത്തിങ് അതെന്ന് പറയുമ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡെഫിനിഷൻ തൊട്ടിട്ടാണ്. ഡെഫിനിഷൻ തൊട്ടിട്ട് ഡിസ്പ്യൂട്ടിലാണ് അത് അവസാനിക്കുന്നത്. അതായത് അപ്പോൾ അതിൻ്റെ സ്റ്റേജസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഡെഫിനിഷൻസ്, അതിനുശേഷം ആരാണ് പാർട്ടീസ്, അവരുടെ റോൾസ് എന്താണ്, അവരുടെ റെസ്പോൺസിബിലിറ്റീസ് എന്താണ്, അതിനുശേഷം കൺസൾട്ടൻ്റെ റോൾ എന്താണ്, അവരുടെ റെസ്പോൺസിബിലിറ്റി എന്താണ്, അതുപോലെ തന്നെ കോൺട്രാക്ടർ റോൾ എന്താണ്, കോൺട്രാക്ടർ റിസ്ക് എന്താണ്, അതുപോലെ തന്നെ കോൺട്രാക്ടർ എങ്ങനെയാണ് ഒരു ചേഞ്ച് വരികയാണെങ്കിൽ അതിനെ ഹാൻഡിൽ ചെയ്യേണ്ടത്, എങ്ങനെയാണ് എന്തെങ്കിലുമുള്ള കൺസ്ട്രക്ഷൻ സൈറ്റിൽ വരുന്ന ഇഷ്യൂസിനെ അഡ്രസ്സ് ചെയ്യേണ്ടത്, അതിനുള്ള കോൺട്രാക്ച്വൽ ടൂൾ എന്താണ്, ഇങ്ങനെ തുടങ്ങി അത് വന്നതിന് ശേഷം എങ്ങനെയാണ് ഇൻട്രീം പേയ്മെൻറ്റ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്, ആ കൊടുക്കുകയാണെങ്കിൽ എത്ര ദിവസം കൊണ്ടാണ് സർട്ടിഫൈ ചെയ്യും എന്നുള്ളത് ആസ് പെർ ദ കോൺട്രാക്ട് അഗ്രി ചെയ്തിരിക്കുന്നത്. ഇത് ഇങ്ങനെ വന്ന് അതിനുശേഷം പിന്നെ വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഡിസ്പ്യൂട്ട്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യേണ്ടത്, അങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നതിന് എന്തെങ്കിലും സ്പെഷ്യൽ മെക്കാനിസം കോൺട്രാക്റ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടോ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഫുൾ കാര്യങ്ങളെ ഡിഫൈൻ ചെയ്യുന്നതാണ് ഈ കണ്ടീഷൻസ് ഓഫ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു ഡിഫൈൻഡ് ടേംസ്, അതായത് കണ്ടീഷൻസ് ഓഫ് കോൺട്രാക്ട് എന്ന് പറയുന്നത് അത് വേറെയും ഫോംസ് ഉണ്ട്, NEC ഉണ്ട്, JCT പറഞ്ഞ ഡിഫറെൻറ്റ് ഫോംസ് ഉണ്ട്. ഇതാണ് ഒന്നുള്ളത്. വേറെ ഒന്നുള്ളത് നമ്മുടെ ഇതിൽ തന്നെ വരുന്ന സബ് ഡിവിഷൻസ് ആയിട്ടുള്ള അതിൽ വരുന്ന ഒരു ക്ലോസ് ആണ് ഇൻഷുറൻസ് ക്ലോസ്. അപ്പോൾ ഇൻഷുറൻസിനെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ടൊരു നോളജ് വേണം. അതായത് ഞാൻ പറയുന്നത് ഒരു സീനിയർ ലെവലിലോട്ട് പോകുമ്പോഴുള്ള കാറ്റഗറൈസ് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അതൊന്ന്. പിന്നെ ഉള്ളത് നമുക്ക് ഇതിന് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടതെന്ന് കഴിഞ്ഞാൽ ഈ വേരിയേഷൻസിനെ കുറിച്ചാണ്, ചേഞ്ചസ്. അതും ഈ കണ്ടീഷൻസ് ഓഫ് കോൺട്രാക്റ്റിൽ പറഞ്ഞാൽ അതിൽ ഒരു സെഷൻ. അങ്ങനെ വരുന്ന വേരിയേഷൻസിനെ നമ്മൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്, അതിനുള്ള കോൺട്രാക്ച്വൽ ടൂൾസ് എന്താണെന്നുള്ളത്. വേറെ ഒന്നുള്ളത് കറസ്പോണ്ടൻസ് ആണ്, ലെറ്റർ കറസ്പോണ്ടൻസ്. അതായത് നമ്മളൊരു കത്ത് എഴുതുമ്പോൾ, കോൺട്രാക്ടർക്ക് ഒരു ലെറ്റർ എഴുതുമ്പോൾ അതിൻ്റെ കണ്ടൻറ് എന്തായിരിക്കണം, അതിൻ്റെ ഫോം എന്തായിരിക്കണം, അതിൽ എന്തെല്ലാം ഇൻക്ലൂഡ് ആയിരിക്കണം, അതിൽ നിന്ന് കണ്ടീഷൻസ് ഓഫ് കോൺട്രാക്റ്റിലേക്ക് എന്തെല്ലാം റെഫറൻസ് എടുക്കണം, ഇതെല്ലാം അറിഞ്ഞിരിക്കുക എന്നുള്ളത് അതിൻ്റെ ബേസിക്കാണ്. അപ്പോൾ ഈ ഒരു 3 ഭാഗം ക്ലിയർ ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു 90% കവർ ചെയ്യാൻ പറ്റും. ഇതിൽ പിന്നെ ഈ QS എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു, QS എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ഒരു വാസ്റ്റ് സബ്ജക്റ്റ് ആണെന്ന് പറഞ്ഞു. അതിൽ തന്നെ കോസ്റ്റിലോട്ട് വരുമ്പോൾ കോസ്റ്റിൻ്റെ മാനേജ്മെൻറ്റ്, നമ്മളതിൻ്റെ ബ്രേക്ക് ഡൗൺസും അതിൻ്റെ ലെവൽ ഓഫ് കോസ്റ്റ് പ്ലാനും ഇതെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ വരുന്ന ഒന്നാണ്. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൊജക്റ്റ് ഇത്ര മില്യൺ അല്ലെങ്കിൽ ഇത്ര കോടി രൂപക്ക് തീർക്കണമെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മാനേജ്മെൻറ്റ്, അതിൽ തീർക്കുക എന്നുള്ളത് ഇറ്റ് വിൽ ബി ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ കോൺട്രാക്ടറാണ്. അതേസമയം അതിൽ നിന്ന് എത്ര കുറക്കാം എന്നുള്ളതാണ് കൺസൾട്ടൻ്റെ സൈഡിലുള്ള QS കോസ്റ്റ് ടീം നോക്കുന്നത്. അതിൽ തന്നെ ഈ കൺസൾട്ടൻറ്റിനെ അവരിൽ നിന്നും എങ്ങനെ കുറക്കാം എന്നുള്ളതാണ് ക്ലയൻറ്റ് നോക്കുക. അത് അവരെല്ലാവരുടെയും ഈ ക്ലയൻറ്റ് അറ്റ് ദ എൻഡ് ക്ലയൻറ്റിൻ്റെ എയിമാണ് മീറ്റ് ചെയ്യാൻ പോകുന്നത്.
അപ്പോൾ അതിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് വരുന്ന ഡിഫറെൻറ്റ് പാർട്ടീസാണ് കോൺട്രാക്ടേഴ്സും കൺസൾട്ടൻറ്റും എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇങ്ങനെ വരുന്ന ഈ ഒരു മാനേജ്മെൻറ്റും അതുപോലെ തന്നെ ഈ കോസ്റ്റ് മാനേജ്മെൻറ്റും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇതിലെ 90% ഐറ്റംസും നമ്മൾ കവർ ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ അതിൻ്റെ റിപ്പോർട്ടിങ്ങും ഇങ്ങനെ നമ്മളൊന്ന് ചെയ്തു എന്നുള്ളതല്ല, അത് എങ്ങനെ ഒരു റിപ്പോർട്ടായിട്ട് നമ്മുടെ മാനേജ്മെൻറ്റിനോ അല്ലെങ്കിൽ നമ്മുടെ മാനേജർക്കോ പോകുന്നു എന്നുള്ളതും വലിയൊരു ഫാക്ടറായിട്ട് തന്നെ ഇതിൽ വരും. വാട്ട് ആർ ദ കീ ഡിഫറൻസ് ലൈക്ക് ഇന്ത്യയിലും മിഡിൽ ഈസ്റ്റിലും വരുന്ന കീ ഡിഫറൻസ് ഇൻ ക്വാണ്ടിറ്റി സർവേയിങ്? നമ്മൾ ഒരു 10 വർഷം മുന്നേ അല്ലെങ്കിൽ 20 വർഷം മുന്നേ QS എന്നതിനെ കുറിച്ച് കേട്ടിട്ട് പോലുണ്ട്. ഞാൻ ഒന്ന് പഠിച്ചിറങ്ങുമ്പോൾ QS എന്നുള്ളൊരു ജോബ് പ്രൊഫൈലിനെ കുറിച്ച് അറിയില്ലായിരുന്നു. അതിനുള്ള ഒരു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചില കൺട്രീസ് ഇപ്പോഴും ഫോളോ ചെയ്യുന്നത് എൻജിനീയർ എന്നുള്ള കാറ്റഗറിയാണ്. അവരാളായിരിക്കണം എല്ലാം ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു ഇതാണ്. അത് എസ്പെഷ്യലി അമേരിക്കൻ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും വലിയ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. ആ ഒരു കൺസെപ്റ്റിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി അത് ഇങ്ങോട്ട് QSലോട്ട് എത്തുമ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നാട്ടിൽ മെയിനായിട്ട് QS വർക്ക് എന്ന് പറയുന്നത് ബില്ലിംഗ് ആയിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അതിൻ്റെ പ്രൊഫൈൽ നോക്കുമ്പോൾ, അതായത് നമ്മൾ ഓപ്പർച്യൂണിറ്റീസ് നോക്കുമ്പോൾ അല്ലെങ്കിൽ നോക്കുമ്പോൾ അതേ കാണുന്നത് ബില്ലിംഗ് എഞ്ചിനീയറും അതുപോലെ തന്നെ കോൺട്രാക്ട്സ് എഞ്ചിനീയറുമാണ്. ഈ ഒരു 2 കാറ്റഗറിയാണ് കൂടുതലായിട്ട് കാണാൻ കഴിയുന്നത്. ഇതിലപ്പുറത്ത് കോസ്റ്റിലോട്ട് പോകും, അത് ചിലപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ വരുന്നുണ്ടാവാം, അത് അറിയില്ല. പക്ഷേ അത് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇവിടുത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കുള്ള ഏറ്റവും വലിയ കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാല്യൂ റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ്, ഇന്ത്യൻ അറ്റ്മോസ്ഫിയറിൽ വെച്ചിട്ട് QSൻ്റെ വാല്യൂസ് അതേപോലെ തന്നെ അവർ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. അതാണ് ഫസ്റ്റ്. അതേസമയം നിങ്ങൾ മിഡിൽ ഈസ്റ്റിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാല്യൂ അവിടെ ഡിഫൈൻഡ് ആണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളറിയാതെ അവിടെ ഒരു സിംഗിൾ റിയാൽ സ്പെൻഡ് ചെയ്യില്ല, അല്ലെങ്കിൽ ദിർഹംസ് സ്പെൻഡ് ചെയ്യില്ല, അല്ലെങ്കിൽ നിങ്ങളറിയാതെ ഒരു മാറ്റവും അവിടെ സംഭവിക്കില്ല. ഇത് ആണ് ഒരു കീ ഡിഫറൻസ് എന്ന് പറയാവുന്നത്. അതിൻ്റെ നമ്മൾ കമ്പനീസ് എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ ഇതായിട്ട് നമ്മൾ കാണുന്നത്. മിഡിൽ ഈസ്റ്റിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ഇന്ത്യൻ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് എന്തൊക്കെയായിരിക്കും? ഒരു QS എന്ന് പറയുമ്പോൾ ഒരു സീനിയർ ലെവലിൽ എത്തിയിട്ടുണ്ടെന്ന് വയ്ക്കുക. ഉദാഹരണത്തിന് ഇവിടെ സീനിയർ ലെവലിൽ എത്തിയിട്ട് ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ കാണാത്ത ഒരുപാട് ഡോക്യുമെൻറ്റേഷൻസ് പാർട്സ് നമുക്ക് അവിടെ കാണാൻ കഴിയും. ഈ ഡോക്യുമെൻറ്റേഷൻസിനെ കുറിച്ച് കൂടുതൽ അറിവുണ്ടായിരിക്കുക, അതുപോലെ തന്നെ ആ ഡോക്യുമെൻറ്റേഷൻസ് എന്താണെന്ന് കൃത്യമായിട്ട് അറിവുണ്ടായിരിക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ ഫാക്ടറായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു പ്രൊജക്റ്റിലോട്ട് പോകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ ഉണ്ടായിരിക്കണം എന്ന് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. അവിടെ പോയി കഴിഞ്ഞാൽ എനിക്ക് ഇന്നത് ചെക്ക് ചെയ്യണം ആദ്യം. അതായത് ഇപ്പോൾ എന്നോട് പോവുകയാണ് പറയുകയാണെങ്കിൽ ഞാൻ പോയിട്ട് ആദ്യം ചെക്ക് ചെയ്യുന്നതിൻ്റെ കണ്ടീഷൻസ് ഓഫ് കോൺട്രാക്റ്റ് ആയിരിക്കും. കാരണം വെച്ചാൽ അതാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഓരോരുത്തരുടെ റോളും റെസ്പോൺസിബിലിറ്റീസും റിസ്ക്കും ഒക്കെ ഡിഫൈൻ ചെയ്യുന്നത് അവിടെയാണ്. അതില്ലാതെ നമ്മൾ നേരെ പോയി ഡ്രോയിങ് നോക്കി ബാക്കിയെല്ലാം നോക്കി ലാസ്റ്റ് ഇതിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻ ബിറ്റ്വീൻ ഈ ചെയ്തൊക്കെ ലോസ് ആവും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എപ്പോഴും ആദ്യം ഒരു പ്രൊഫഷണൽ എന്നുള്ള നിലക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഒരു ഡോക്യുമെൻറ്റിൽ നിന്നായിരിക്കും. ഈ ഒരു ഡോക്യുമെൻറ്റേഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും ബാക്കിയുള്ള എല്ലാം. അതിലായിരിക്കും താഴെ വരുന്ന ഡോക്യുമെൻ്റ് ഏതിനാണ് പ്രയോറിറ്റി എന്ന് അടക്കം പറയുന്നത്. അപ്പോൾ നമ്മൾ പ്രയോറിറ്റി അല്ലാതെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഈ കണ്ടീഷൻസ് ഓഫ് കോൺട്രാക്റ്റിന് ഏറ്റവും ടോപ്പ് പ്രയോറിറ്റി. അപ്പം നമ്മളും ആ പ്രയോറിറ്റി അനുസരിച്ചായിരിക്കണം നമ്മൾ ഒരു പ്രൊജക്റ്റിലോട്ട് സ്റ്റാർട്ട് ചെയ്യണം അല്ലെങ്കിൽ പ്രൊജക്റ്റിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ചെയ്യുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഡിഫറൻസ് ചോദിച്ചതുകൊണ്ടുള്ള ഒരു പ്രശ്നമാണ് അവിടെ വരുന്നത്. യഥാർത്ഥത്തിൽ ഇത് അതേപോലെ തന്നെ അപ്ലിക്കബിളാണ് ഇവിടെയും. പക്ഷെ നമ്മൾ എത്രമാത്രം ഇൻവോൾവ് ആണ് എന്നുള്ളതാണ് അവിടെ പ്രശ്നം കിടക്കുന്നത്. അതേസമയം ഒരു മാനേജറിയൽ പൊസിഷനിലോട്ട് പോകുമ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ചെല്ലാം മൊത്തമായിട്ടുള്ള നോളജ് ഉണ്ടാവുക എന്നുള്ളത് ഇറ്റ് ഈസ് എ ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് ദാറ്റ് ജേർണി. ആ ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻ്റഗ്രൽ ആണത്. അതില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് ഒരു സീനിയർ പൊസിഷനിൽ നിന്ന് പോകുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ പൊതുവായിട്ട് കാണപ്പെടുന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ ബില്ലിംഗ് എഞ്ചിനീയർ, സീനിയർ ബില്ലിംഗ് എഞ്ചിനീയർ, ബില്ലിംഗ് മാനേജർ അങ്ങനെ ലെവലിലോട്ട് പോകാതെ നമ്മളതിനെ കുറച്ചുകൂടി വൈഡറായിട്ട് നിങ്ങളിപ്പോൾ സീനിയർ ബില്ലിംഗ് എഞ്ചിനീയർ ആണെന്നുണ്ടെങ്കിൽ അടുത്ത സ്റ്റേജിലും ബില്ലിംഗ് എഞ്ചിനീയർ അല്ല വേണ്ടത്, സീനിയർ ബില്ലിംഗ് എഞ്ചിനീയർ അല്ല, സീനിയർ QS അല്ലെങ്കിൽ ആ ഇത് വൈഡൻ ചെയ്യുന്ന രൂപത്തിൽ നമ്മുടെ പോർട്ട്ഫോളിയോ വൈഡൻ ചെയ്യുന്ന രൂപത്തിലോട്ടുള്ള ഇതാണ് കൺസിഡർ ചെയ്യേണ്ടത് എപ്പോഴും. നമ്മളിപ്പോൾ മിഡിൽ ഈസ്റ്റിൽ തന്നെ എല്ലാ ഡിഫറെൻറ്റ് രാജ്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ഓരോ കൺട്രീസിലും ഇപ്പോൾ QSൻ്റെ ഡിമാൻഡ് എങ്ങനെ, ഇപ്പോൾ ഏത് കൺട്രീസിലാണ് കുറച്ച് ഡിമാൻഡ് അധികം കുറവ്? അങ്ങനെ നമുക്ക് ഇതായിട്ട് പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ ചില കൺട്രീസിൻ്റെ അത് ഓരോ കമ്പനീസിൻ്റെയും വർക്കിംഗ് അനുസരിച്ചിട്ടാണ് അതിൻ്റെ ഈ റിക്വയർമെൻറ്റ് യഥാർത്ഥത്തിൽ ഡിഫൈൻ ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ ഒരു കമ്പനി ഡിസൈഡ് ചെയ്യാണ്
QS എന്നുള്ളത് ഒരു സെപ്പറേറ്റ് ആയിട്ട് തന്നെ ആക്ട് ചെയ്യണം എന്ന് ഡിസൈഡ് ചെയ്യണമെങ്കിൽ അവിടെ QSന് ഡിമാൻഡ്സ് കൂടും. അതേസമയം ഒരു പറയുകയാണെങ്കിൽ ഓക്കെ പ്ലാനിങ് എഞ്ചിനും QSും ഒരാൾ തന്നെ നോക്കിയാൽ മതി എന്ന് പറയുന്ന ഒരു കമ്പനീസും ഉണ്ട്, അങ്ങനെയുള്ള കമ്പനീസും ഉണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവിടെ നമ്മുടെ ഹാഫായിട്ട് കുറയാണ് അവിടുത്തെ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഈ കമ്പനികളെ ഡിപ്പെൻഡ് ചെയ്ത്, അപ്പോൾ നമ്മളിപ്പോൾ കറൻ്റ്ലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ മേജർ മാർക്കറ്റ് ഇപ്പോൾ റോൾ ചെയ്യുന്നത് സൗദി അറേബ്യയാണ് QSനെ സംബന്ധിച്ചിടത്തോളം. അത് QS എന്ന് പറയുന്ന ഒരു ഇതിലല്ല, ഞാൻ ഇപ്പോൾ പറയാം QS, സീനിയർ QS, കോൺട്രാക്ട്സ് മാനേജർ, കൊമേഴ്ഷ്യൽ മാനേജർ, സീനിയർ കൊമേഴ്ഷ്യൽ മാനേജർ, അങ്ങനെ വരുന്ന ഫുൾ കാറ്റഗറിയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ നമുക്ക് നല്ലൊരു ഡിമാൻഡ് ഇപ്പോൾ വരുന്നത് സൗദി അറേബ്യയിലാണ്. അതോടൊപ്പം തന്നെ ഈ സൗദി അറേബ്യയിലോട്ട് മൂവ് ചെയ്തിട്ടുള്ള അധികം ആൾക്കാർ മൂവ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ദുബായിൽ നിന്നാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെയും ഒരു ഷോർട്ടേജ് ഉണ്ട്. ഇപ്പോൾ ആ ഷോർട്ടേജ് ഇപ്പോൾ അവർ ഫില്ല് ചെയ്യാനുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അതായത് ഇവിടുന്ന് പോയവരെല്ലാം അവരുടെ സാലറി ഓൾമോസ്റ്റ് ഡബിളായിട്ട് അല്ലെങ്കിൽ അതിൽ കൂടുതലായിട്ടാണ് പോയിട്ടുള്ളത്. കാരണം അല്ലെങ്കിൽ അവരങ്ങോട്ട് പോകില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗം, അതായത് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ UAE അതുപോലെ തന്നെ സൗദി, ഇതാണ് മേജർ മാർക്കറ്റ്സ് ആയിട്ട് വരുന്നത്. മറ്റുള്ള മാർക്കറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒമാൻ ഓൾമോസ്റ്റ് ലെവലിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കൺട്രിയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രോജക്റ്റുകൾ എന്നുള്ളത് അവരുടെ ഒരു സ്വപ്നമാണ്. അത് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, സ്വപ്നങ്ങളായിട്ട് ഇങ്ങനെ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ വരുന്ന ഒന്നാണ് പിന്നെ ബഹ്റൈൻ, കുവൈറ്റ്. ബഹ്റൈൻ, കുവൈറ്റിൽ അവർക്ക് ചെറിയ ഖത്തറും ഇതും എല്ലാം അവരുടെ ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ നാഷണൽ സൈസാണ്, അതുപോലെ തന്നെ റവന്യൂ. അപ്പോൾ കൂടുതൽ ആളുകളെ അട്രാക്റ്റ് ചെയ്യാതെ ഒരിക്കലും ഒരു കൺട്രിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം അത് ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനുവേണ്ടി അവർ ഖത്തറൊക്കെ അഡോപ്റ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് മെക്കാനിസംസ് അവർ അഡോപ്റ്റ് ചെയ്യുന്ന ഒരുപാട് വിസിറ്റേഴ്സിനെ അലോ ചെയ്യുന്ന രൂപത്തിൽ അതെല്ലാം ഒരു സെർട്ടൺ ലെവൽ വരെ ആ കൺട്രീസിനെയും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ നമുക്ക് മേജർ മാർക്കറ്റ് എന്ന് പറയാവുന്നത് ഈ 2 ഏരിയാസ് ആയിട്ടാണ് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്യുന്നവരുടെ സാലറി എന്തായിരിക്കും മിഡിൽ ഈസ്റ്റിലേക്ക് പോകുന്ന സമയത്ത്? ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് മൈഗ്രേഷൻ ഇല്ലല്ലോ ഈ മിഡിൽ ഈസ്റ്റോട്ട്. നമുക്ക് അവിടെ ഉള്ളത് നമുക്കവിടെ റെസിഡൻസിയാണ്. അതേസമയം മൈഗ്രേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി പിന്നെ യൂറോപ്യൻ കൺട്രീസിലോട്ടൊക്കെ പോകുന്ന പോലെ അല്ല നമ്മൾ മിഡിൽ ഈസ്റ്റ് കൺട്രിയിലോട്ട് പോകുന്നത്. ഇപ്പോൾ മിഡിൽ ഈസ്റ്റ് കൺട്രിയെ സംബന്ധിച്ചിടത്തോളം ഒരു സാലറി സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടുന്ന് ഇപ്പോൾ ഒരാൾക്ക് 1 ലക്ഷമാണ് കിട്ടുന്നതെങ്കിൽ, അപ്പോൾ അതൊരു മിഡ് ലെവൽ സാലറി ആണെന്നുണ്ടെങ്കിൽ 1 ലക്ഷം കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ആ ഒരു ഇപ്പോൾ 10 ഇയേഴ്സ് അല്ലെങ്കിൽ 10 to 15 ഇയേഴ്സിൻ്റെ ഉള്ളിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് കൊടുക്കുന്നത് 1.5 lakhs ആണ് കിട്ടുന്നത് വിചാരിക്കാം. അപ്പോൾ ഓൾമോസ്റ്റ് 5 to 6 lakhs ആയിരിക്കും അവിടുത്തെ സാലറി റേഞ്ച് എന്ന് പറയുന്നത് ഇന്ത്യൻ റുപ്പീസിലേക്ക് പറ്റുന്നത്. അത് അതിൻ്റെ ഡിപ്പെൻസ്, അതായത് നമ്മുടെ ആ പേഴ്സണെ ഡിപ്പെൻഡ് ആവും, ആ കമ്പനീസിനെ ഡിപ്പെൻഡ് ആവും. ഇപ്പോൾ നിങ്ങൾ കോൺട്രാക്റ്റിംഗ് ബാക്ക്ഗ്രൗണ്ടിലോട്ട് പോകുന്നതെങ്കിൽ ഉള്ള സ്ട്രക്ചറാണ് ഇപ്പോൾ ഈ അതിൻ്റെ ലോവർ റേഞ്ച് പറഞ്ഞത്. അതേസമയം നിങ്ങൾ കൺസൾട്ടൻറ്റ് സൈഡിലോ ക്ലയൻറ്റ് സൈഡിലോ പോകുമ്പോഴാണ് അതിൻ്റെ അപ്പർ റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ആവറേജ്. ഇപ്പോൾ നിങ്ങൾ ആ ഒരു സാലറി ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലെ എന്തെങ്കിലും സോഫ്റ്റ്വെയർ ഇപ്പോൾ ഉണ്ടോ ഡെവലപ്പ് ആയിട്ട് വരുന്നുണ്ടോ? ലൈക്ക് QS ഇൻഡസ്ട്രിയിൽ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും തരം സോഫ്റ്റ്വെയർ ഉണ്ടോ യൂസ് ചെയ്യുന്നുണ്ടോ? നമ്മൾ QSനായിട്ടുള്ള സോഫ്റ്റ്വെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സോഫ്റ്റ്വെയർസും ഇല്ല. അതേസമയം QSലെ ഒരു ഭാഗമായ ക്വാണ്ടിറ്റി ടേക്ക് ഓഫിന് അതിൻ്റെതായ സോഫ്റ്റ്വെയർസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ വാട്ടർ കാർഡ് എടുക്കുന്നതായാലും ശരി, അതുപോലെ തന്നെ പ്ലാൻ സ്വിഫ്റ്റിലായാലും ശരി, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഒരുപാട് സോഫ്റ്റ്വെയർസ് ഉണ്ട് ഈ ക്വാണ്ടിറ്റി ടേക്ക് ഓഫിന്. ഇതുപോലെ തന്നെ ഒന്നാണ് BIM അല്ലെങ്കിൽ ഇത് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഓവറോൾ QS ആക്ടിവിറ്റീനെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അല്ലാതെ QS ആക്ടിവിറ്റീസ് ആയിട്ട് അത് വരുന്നത് വളരെ ലിമിറ്റഡ് ആണ്. എസ്പെഷ്യലി ഈ സീനിയർ ലെവലിൽ പറയുമ്പോഴാണ് ഞാൻ പറയുന്നത്. അതേസമയം ഇതിൻ്റെ മാനേജ്മെൻറ്റ് വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ അക്കൗണ്ട്സ് ഉണ്ട്. അതായത് അത് അക്കൗണ്ട്സിൽ തന്നെ കണക്റ്റഡ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതുണ്ട്. അതിലാണ് നമ്മൾ കോസ്റ്റ് മാനേജ്മെൻറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ കമ്മ്യൂണിക്കേഷൻസ്, അതുപോലെ കമ്മ്യൂണിക്കേഷൻ പ്രൊഫഷൻ അതെല്ലാം നമ്മൾ പേഴ്സണൽ ലെവലിലാണ് ചെയ്യുന്നത്. MS ഓഫീസ് വെച്ചും മറ്റും അതുപോലെ തന്നെ ഈ കോൺട്രാക്ച്വൽ ബാക്ക്ഗ്രൗണ്ട്സ് വെച്ചിട്ടാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. അല്ലാതെ അത് QSനെ മൊത്തമായിട്ട് മാനേജ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ എന്നുള്ള നിലയ്ക്കില്ല. അത് അങ്ങനെ ഇറ്റ്സ് നോട്ട് പോസിബിൾ ഓൾസോ. അത് നമുക്കുള്ള ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് കൂടിയാണ്, ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഇന്ത്യയിലായാലും പുറത്തായാലും നമ്മൾ യൂസ് ചെയ്യുന്ന ഓട്ടോകാഡ് അതുപോലത്തെ സപ്പോർട്ടിംഗ് സോഫ്റ്റ്വെയർസ് തന്നെയാണ് അവിടെ യൂസ് ചെയ്യുന്നത്. അത് വ്യത്യാസമില്ല.
അപ്പോൾ ഇപ്പൊ നമ്മുടെ മിഡിൽ ഈസ്റ്റിൽ ഏതെങ്കിലും കമ്പനീസ് ഉണ്ടോ ബൾക്കായിട്ട് നല്ല വേക്കൻസീസ് ഇന്ത്യൻസിന് പ്രൊവൈഡ് ചെയ്യുന്ന ഏതെങ്കിലും കമ്പനീസ് ഉണ്ടോ അവിടെ? അങ്ങനെ നമുക്ക് പറയാൻ കഴിയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഓരോ കൺട്രീസിനും അവരുടേതായ ഇന്റേണൽ റൂൾസ് ഉണ്ട്. ആക്ച്വലി നമുക്ക് ബൾക്കായിട്ട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, പക്ഷേ ഇന്ത്യൻസിനായിട്ട് ഓപ്പർച്യൂണിറ്റീസ് എന്നുള്ളത് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ അവർക്ക് അവരുടേതായ കോട്ട ഡിവിഷൻസ് ഉണ്ടായിരിക്കും. ഇന്ന കൺട്രീസ് കൂടുതൽ വരാൻ ഇപ്പോൾ റീസെൻ്റ്ലി അബുദാബി UAE റൂൾ മാറി എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടായിരിക്കും. ഇന്ത്യൻസിൽ കൂടുതൽ വിസ കൊടുക്കുന്നില്ല എന്ന രൂപത്തിൽ വാർത്ത ഒന്നായിട്ട് കേട്ടിട്ടുണ്ടായിരിക്കും. ഇതെല്ലാം എന്താണെന്ന് വെച്ചാൽ ഈ പ്രൊപ്പോർഷൻസ് മാറുമ്പോൾ, അതായത് ഒരു കൺട്രിയെ സംബന്ധിച്ചിടത്തോളം ഒരു നാഷണാലിറ്റി വല്ലാതെ കൂടുമ്പോൾ ഉണ്ടാവുന്ന ഇത് ഒഴിവാക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു മെക്കാനിസമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ വേക്കൻസീസ് എന്നേ പറയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയാൻ പറ്റുള്ളൂ. നമുക്ക് അതിനെ ഇന്ത്യൻസിനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയാൻ പറ്റില്ല. ഇനി നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ രണ്ട് മാർക്കറ്റും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കുറച്ചുകൂടി നല്ലത്. സൗദി അറേബ്യ സ്പെസിഫൈ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും പ്രോജക്ട്സ്? അങ്ങനെ പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് സൗദി അറേബ്യയിൽ ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റെഡ് സീ ഗ്ലോബൽ വൺ ഓഫ് ദ ലീഡിങ് റിക്രൂട്ടറാണ്. അവർ പിന്നെ ഓൾമോസ്റ്റ് അവരുടെ ഇപ്പോൾ തന്നെ കൊമേഴ്ഷ്യൽ സ്റ്റാഫിൻ്റെ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൊമേഴ്ഷ്യൽ എന്ന് പറഞ്ഞാൽ മൊത്തം QS എന്നുള്ള ആസ്പെക്ട്സിൽ നോക്കുമ്പോൾ അറൗണ്ട് 600 സ്റ്റാഫ് ആ കമ്പനിയിൽ മാത്രമുണ്ട്. അതുപോലെ തന്നെ നിയോം, അതും ഇതുപോലെ തന്നെ അവിടുത്തെ 2030 വിഷൻ്റെ ഭാഗമായിട്ട് വരുന്ന കുറേ പ്രൊജക്റ്റുകളാണ്. അതുപോലെ തന്നെ കിദിയ, ഇത് രണ്ടും ടൂറിസം റിലേറ്റഡ്, കിദിയ സ്പോർട്സും ലീഷർ റിലേറ്റഡ് ആണ്. അങ്ങനെ ഒരുപാട് ആ കൺട്രിയെ ഡെവലപ്പ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരുവിധം എല്ലാ ആക്ടിവിറ്റീസും അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഇതെല്ലാം വരുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ തന്നെ ഇപ്പോൾ നമ്മൾ QS എന്ന് പറയുമ്പോൾ തന്നെ അതിൽ തന്നെ ഡിവിഷൻസ് ഉണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ ആയിരിക്കാം, അല്ലെങ്കിൽ ബിൽഡിംഗ് മൊത്തം മാസ്റ്റർ പ്ലാൻ ഡെവലപ്മെൻറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ മെക്കാനിക്കലായിരിക്കാം, അല്ലെങ്കിൽ ഇലക്ട്രിക്കലായിരിക്കാം. ഇങ്ങനെ അതിൽ തന്നെ ഡിവിഷൻസ് ഉണ്ട്. ഓക്കെ സർ, ഇറ്റ് വാസ് എ ഗ്രേറ്റ് ടൈം. താങ്ക് യു സോ മച്ച്. ഈ ഇൻഫോർമേഷൻസ് ഒക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. കാരണം ഒരുപാട് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള സ്റ്റേജ് ആയിരിക്കുമല്ലോ ഫ്രഷർ എന്ന് പറയുന്നത്. സാറിൻ്റെ ഈ ഒരു ഡൗട്ട്സ് കാര്യങ്ങൾ ക്ലിയർ ചെയ്യുന്നത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. താങ്ക് യു സോ മച്ച്. വെൽക്കം.